യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത നമ്മൾ യൂട്യൂബ് പാടിയതിന് ശേഷം കുറച്ച് മിസ്റ്റേക്കുകളെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ഹായ് എവരി വൺ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് മിസ്റ്റേക്കുകളെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോടിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. എക്സ്പെഷ്യലി ഞാനിന്ന് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം 3 മാസത്തോളം തന്നെ ആയി കാണും. ആദ്യമൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം വീഡിയോസ് ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അത് അത്യാവശ്യം എനിക്ക് കുറച്ച് എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞു, കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബർ എന്ന് പറയാൻ തുടങ്ങി. എനിക്ക് അറിയാവുന്നതും അറിയത്തില്ലാത്തതുമായ കാര്യങ്ങളെടുത്ത് ആൾക്കാരുടെ അടുത്ത് ഞാൻ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പക്ഷേ അതാണ് ഞാൻ ചെയ്ത ആദ്യ മിസ്റ്റേക്ക്. അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നോട്ടിഫിക്കേഷൻ മറ്റുള്ളവർക്ക് പോയി, അല്ലെങ്കിൽ അവർ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെസ്സേജ് പ്രോപ്പർട്ടി ആയി പോയി അങ്ങനെ സബ്സ്ക്രൈബ് കൊടുക്കുക എന്നതാണ് നമുക്ക് ആദ്യമായി യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കാണിക്കുന്നത്. അതല്ലാതെ നമ്മൾ പോയിട്ട് നമ്മൾ ഒരാളെടുത്ത് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അർത്ഥവുമില്ല. കുറേ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷേ അവരൊന്നും നമ്മുടെ വീഡിയോസ് നോക്കിയെന്ന് വരില്ല. ഒന്നാമത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ആദ്യം നമ്മൾ കുറേ വീഡിയോസ് ചെയ്തു. ആദ്യം കുറേ ലോങ് വീഡിയോസ് തുടങ്ങിയതിന് ശേഷം കുറേ വ്യൂസ് വന്ന് തുടങ്ങി. പക്ഷെ ഞാൻ ആൾക്കാരെ പറഞ്ഞതിന് ശേഷം ആദ്യം ആൾക്കാർ വീഡിയോസ് കണ്ടു. ആ വീഡിയോസ് ചെറിയ എറർ ഉള്ളത് കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോഴത് എനിക്ക് പിന്നുള്ളത് തൊട്ട് എനിക്ക് വ്യൂസ് കുറഞ്ഞു തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ കുറേ ഷോർട്സ് ചെയ്തു. ആദ്യത്തെ ഷോർട്സിന് 50 വ്യൂസ്, 100 വ്യൂസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടി തുടങ്ങിയത്. എന്ന് കഴിഞ്ഞ് പോകെ 6-7 ഷോർട്സ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് 500, 1000, 1K എന്നൊക്കെയാണ് എനിക്ക് കിട്ടി തുടങ്ങിയത്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇതിലൂടെ എനിക്ക് റീച്ച് കിട്ടി തുടങ്ങി എന്നുള്ളത്. ഈ പ്രീവിയസിലൂടെ എനിക്ക് ചെയ്ത വ്യൂസിലൂടെ 50ഉം 100ഉം ഒക്കെ വ്യൂസ് കുറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു നാണക്കേട് പോലെ. അപ്പോൾ ഇത് കുറഞ്ഞത് കൊണ്ട് ഞാൻ ബൾക്കായിട്ട് കുറേ അങ്ങ് ഡിലീറ്റ് ചെയ്തു. എനിക്ക് 20K വരെ ഷോർട്സിന് വ്യൂ കിട്ടിയായിരുന്നു. പക്ഷേ ഞാനത് ചില ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഷോർട്സിൻ്റെ കൂടെ വ്യൂസ് കുറഞ്ഞുകൊണ്ടേയിരുന്നു. അതാണ് ഞാൻ സെക്കൻഡ് ചെയ്ത മിസ്റ്റേക്ക്. അതായത് വീഡിയോ ഡിലീറ്റ് ചെയ്തതാണ് സെക്കൻഡ് മിസ്റ്റേക്ക്. പിന്നെ മൂന്നാമത്തത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടു, അപ്പോൾ നമ്മൾ അതിൻ്റെ തമ്പ് ആഡ് ചെയ്യും, കമൻറ്റ് ആഡ് ചെയ്യും, ഹാഷ്ടാഗ് കൊടുക്കും. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും 1-2 മോഡിഫിക്കേഷൻ ചെയ്തു. അതായത് തമ്പിടുന്നതിലും ക്യാപ്ഷൻസൊക്കെ വീണ്ടും എഡിറ്റിംഗ് വരുത്തി. അപ്പോൾ വീണ്ടും എനിക്ക് വ്യൂ കുറയാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ. പക്ഷേ വേറൊരു കാര്യം, ഒരു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 15 സബ്സ്ക്രൈബ് ആയതിനു ശേഷം നമുക്ക് ലൈവ് പോകാൻ പറ്റും. അപ്പോൾ ഞാനും റീസെൻ്റ്ലി കുറച്ച് ലൈവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് സബ്സ്ക്രൈബ് കൂടാൻ തുടങ്ങി. ഇതാണ് ആക്ച്വലി നമ്മൾ യൂട്യൂബിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതിൽ യൂട്യൂബിലെ ആൾക്കാർ കണ്ടുപിടിക്കും, നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും പുതിയ യൂട്യൂബേഴ്സിലാണ് ഞാൻ കൂടുതലും പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളും പുതിയ യൂട്യൂബേഴ്സാണ്, നമുക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. നമുക്കും വ്യൂസ് കിട്ടണം എന്നൊരു ഇതിലാണ് നമ്മൾ പുതിയ വീഡിയോസ് ചെയ്യുന്നതും ലൈവ് ചെയ്യുന്നതും ഷോർട്സ് ചെയ്യുന്നതും. പക്ഷേ സമയമെടുക്കും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ചാനൽ തുടങ്ങി ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, 28 ദിവസം കൊണ്ട് മോട്ടിവേഷനായി. എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. അല്ലെങ്കിലും ഞാൻ ഒരിക്കലും അവരെ എതിരെ പറയുന്നതല്ല. ചിലപ്പോൾ അവരുടെ വീഡിയോസ് വേഗം കയറി ക്ലിക്കാവുന്നുണ്ടാവും. നമ്മുടെ വീഡിയോസും ആൾക്കാരിലേക്ക് എത്തി അവരത് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ വീഡിയോസ് കാണുക മാത്രമാണെങ്കിൽ നമുക്കത് മോട്ടിവേഷൻ എന്നൊരു ക്രിയേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 4000 വാച്ചേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. മിനിമം 1000 വ്യൂവേഴ്സ് നമുക്കുണ്ടായിരിക്കണം.
അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോകൾ നമ്മൾ കണ്ടിരിക്കണം. ഇതൊക്കെ ഒരു യൂട്യൂബിലൊരു അൽഗോരിതം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള അൽഗോരിതം അവർ നമ്മളൊക്കെ ആ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്ന 3 കാര്യങ്ങളും നമ്മൾ ഒരു കാരണം വെച്ചാലും ചെയ്യരുത്. ഒന്ന്, നമ്മുടെ സബ്സ്ക്രൈബുകൾ വേറൊരാളോട് ലിങ്ക് അയച്ചു കൊടുത്ത് ചെയ്യിക്കാതിരിക്കുക. അതാണ് നമ്മുടെ ഒരാൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന സമയത്താണ് നമുക്കൊരു ജെനുവൻ സബ്സ്ക്രൈബർ. ഒന്ന്. സെക്കൻഡ്, നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്ത് വച്ചിരിക്കുന്ന വീഡിയോസ് എഡിറ്റ് ചെയ്യാതെ ഇരിക്കുക. 3, ഏത് കാരണത്താലായാലും ബൾക്കായിട്ട് വ്യൂസ് കുറഞ്ഞതിൻ്റെ പേരിലായിരിക്കാം, വേറെന്തെങ്കിലും എഡിറ്റിൻ്റെ ഇഷ്യൂസ് ആയിരിക്കുക, ബൾക്കായിട്ട് വീഡിയോസ് ഡിലീറ്റ് ചെയ്യാതെ ഇരിക്കുക. 1 or 2 വീഡിയോസ് അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് നമ്മൾ എവിടെയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, கொஞ்சം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബൾക്കായിട്ട് വീഡിയോസ് ഡിലീറ്റ് ചെയ്തിരിക്കുക. ഈ 3 മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.